തൃശൂർ ചാലക്കുടി മേലൂരിൽ കുരങ്ങിന്റെ ആക്രമണം. 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. ഉച്ചയോടെയായിരുന്നു സംഭവം. പരിക്കേറ്റവർ ചാലക്കുടി ആശുപത്രിയിൽ ചികിത്സ തേടി. ചെടികളൊക്കെ നനയ്ക്കായിരുന്നു. പെട്ടെന്ന് എന്താണ് ഒരു സാധനം പുറത്ത് കിടന്ന് മാന്തര വെച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ട് ഇങ്ങനെ കുറെ നേരം തട്ടി. അപ്പോഴും ഇത് ശക്തിയായിട്ടിട്ട് മാന്തി എന്റെ തൊടയുടെ അവിടെ പൊട്ടി, നൈറ്റി ആകെ കീറി പൊളിച്ചു. കുരങ്ങുകൾ ഇങ്ങനെ സാധാരണ ആക്രമിക്കാറില്ലേ, വന്ന് ഭക്ഷണത്തിനൊക്കെ തട്ടിപ്പറിക്കുകയും ഇങ്ങനെ പഴവർഗ്ഗങ്ങളൊക്കെ പൊട്ടിച്ച് തിന്നുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആൾക്കാരെ ആക്രമിക്കുന്നത് ആദ്യമായിട്ട്. അപ്പൊ നമുക്കൊരു സംശയം, ഇനി പട്ടിക്കൊക്കെ മൃഗങ്ങൾക്ക് പേ ഇളകുന്ന പോലെ കുരങ്ങിനും പേ ഇളകുന്നുണ്ടോ, അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ച് അവരിപ്പോൾ എത്തിച്ചിട്ട് ചേർന്നിട്ടുണ്ട്. അവരിപ്പോൾ ഈ പുഴയുടെ ഭാഗത്തൊക്കെ പടക്കമൊക്കെ പൊട്ടിച്ച് ഓടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എപ്പോഴും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ കുരങ്ങിനെ തേടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നമ്മുടെ വാർഡിലെ സന്നദ്ധ പ്രവർത്തകരും പുഴയുടെ തീരത്ത് അന്വേഷണം നടത്താണ്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എന്തായാലും കുരങ്ങിന്റെ ആക്രമണത്തിൽ 2 സ്ത്രീകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. അനീഷ്, എന്തായാലും കുരങ്ങിന്റെ ആക്രമണത്തിൽ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു എന്നാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അനീഷ് ആന്റണി ഉടൻ തന്നെ ചേരുന്നതായിരിക്കും. തൃശൂർ ചാലക്കുടി മേലൂരിലാണ് കുരങ്ങിന്റെ ആക്രമണത്തിൽ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. പരിക്കേറ്റവർ നിലവിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. തൃശൂർ ചാലക്കുടി മേലൂരിന് സമീപമാണ് കുരങ്ങിന്റെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ സ്ത്രീയുടെ അടക്കം പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. അതാണ് കുറച്ചു മുന്നേ പ്രേക്ഷകർ കണ്ടത്. എന്നാലും ഈ കുരങ്ങിന്റെ ആക്രമണത്തിൽ 2 സ്ത്രീകൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എന്താണ് സംഭവിച്ചത്? കേൾക്കാം അനീഷ്, പറഞ്ഞോളൂ. ഇന്ന് ഉച്ചയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. ചാലക്കുടി മേലൂർ പഞ്ചായത്തിലെ വെട്ടുകടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ വയോധികരായ 2 സ്ത്രീകൾക്ക് കുരങ്ങിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത്. നമ്മൾ നേരത്തെ ബൈറ്റിൽ കാണിച്ച ഒരു സ്ത്രീക്കും തൊട്ടടുത്ത വീട്ടിലെ മറ്റൊരു സ്ത്രീക്കുമാണ് പരിക്കേറ്റത്. വീട്ടുമുറ്റത്ത് ചെടി നനയ്ക്കുന്നതിനിടയിൽ പൊടുന്നനെ കുരങ്ങ് വന്ന് ആക്രമിക്കുകയായിരുന്നു. ശരീരമാസകലം മാന്തി പൊളിച്ചു. മുതുകിനും തുടയിലും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട്. വസ്ത്രങ്ങളെല്ലാം കീറിപ്പറിക്കുന്ന രീതിയിലായിരുന്നു ആക്രമണം. ഈ സംഭവം ഉണ്ടായതോടെ ഈ അടുത്തുള്ളവർ ഓടിക്കൂടി ഈ സ്ത്രീയെ അവിടെ നിന്നും ആശുപത്രിയിലേക്ക് എത്തിച്ചു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. പ്രാഥമിക ശുശ്രൂഷകൾ നൽകി. ഇതിന് ശേഷമായിരുന്നു അടുത്ത മറ്റൊരു വയോധികയ്ക്കും ആ പ്രദേശത്തുള്ള വയോധികയ്ക്ക് തന്നെയാണ് വീണ്ടും ആക്രമണം ഉണ്ടായത്. ആ വയോധിക പറമ്പിൽ പുല്ല് വെട്ടുന്നതിനിടെ ആയിരുന്നു ആക്രമണം. സമാന രീതിയിൽ തന്നെയായിരുന്നു ആ വയോധികയ്ക്കും ആക്രമണം ഉണ്ടായത്. ഇവരെയും ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. പ്രഥമ ശുശ്രൂഷ എല്ലാം നൽകി. ഒരു കുരങ്ങ് തന്നെയാണ് ഇത്തരത്തിൽ 2 സ്ത്രീകളെയും ആക്രമിച്ചെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സാമാന്യം വലിയ വലുപ്പമുള്ള ഒരു പ്രത്യേകതരം കുരങ്ങാണ്. വാല് ഇല്ല എന്നും പറയുന്നു. ഈ കുരങ്ങ് തന്നെയാണ് ഇത്തരത്തിൽ 2 പേരെയും ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സംഭവം ഉണ്ടായതോടെ പ്രദേശത്തുള്ളവരൊക്കെ ചേർന്ന് വനം വകുപ്പിനെ വിവരമറിയിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിൽ കുരങ്ങിനെ കണ്ടെത്താനായില്ല. പിന്നീടും അവിടെ ആ പ്രദേശത്തെല്ലാം പടക്കം പൊട്ടിക്കുന്ന വനം വകുപ്പ് പടക്കം പൊട്ടിച്ച് ഈ കുരങ്ങ് ആ പ്രദേശത്ത് എവിടെയും ഉണ്ടെങ്കിൽ ആ ചാലക്കുടി പുഴ കടത്തി വിടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും ചാലക്കുടി പുഴയോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ് ഈ വെട്ടുകടവ്. ഈ പുഴയുടെ മറുവശത്ത് വനപ്രദേശമാണ്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ കുരങ്ങുകൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നത് എന്നാണ് പറയുന്നത്. സ്ഥിരമായി ഈ പ്രദേശത്ത് കുരങ്ങിന്റെ സാന്നിധ്യമുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ മനുഷ്യരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഇതുവരെയും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത്തരത്തിൽ മനുഷ്യരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും വനംവകുപ്പ് കാര്യക്ഷമമായി അവിടെ എത്തി ആ പ്രദേശത്തുള്ള ഇത്തരത്തിലുള്ള കുരങ്ങുകളെയൊക്കെ ഓടിക്കുന്ന ഒരു പ്രവൃത്തി ഇപ്പോൾ നടത്തി
വന്നു. എന്തായാലും നാട്ടുകാർക്ക് ഒരു ഭയപ്പാടുണ്ട്. സാധാരണ ഈ നായ്ക്കളിലൊക്കെ കാണുന്ന രീതിയിലുള്ള പേവിഷബാധയോ മറ്റെന്തെങ്കിലും ഉള്ള തരത്തിലുള്ള കുരങ്ങാണോ ഇതെന്നുള്ള ഒരു കാര്യം കൂടി നാട്ടുകാർക്ക് സംശയമുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള സംശയം ദൂരീകരിക്കാനായി കുരങ്ങിനെ പിടികൂടാനുള്ള ശ്രമമൊക്കെ അവിടെയുള്ളവരൊക്കെ ചേർന്ന് നടത്തിയെങ്കിലും കുരങ്ങിനെ കണ്ടെത്താനായില്ല. പിന്നീടാണ് വനംവകുപ്പ് എത്തി പടക്കമൊക്കെ പൊട്ടിച്ച് ഈ കുരങ്ങ പ്രദേശത്ത് എവിടെയും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തി. എന്തായാലും ഇവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ആവശ്യമായ ഇഞ്ചക്ഷനും കാര്യങ്ങളും എല്ലാം ചെയ്ത് പ്രഥമ ശുശ്രൂഷ ഒക്കെ നൽകി വിട്ടയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അരുണിമ. ശരി, വ്യക്തമാണ്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.